ഇന്നത്തെ വീഡിയോയിൽ ആദ്യം തന്നെ എനിക്കൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാനുള്ളത്. നമുക്കറിയാം നമ്മുടെ കുട്ടികളൊക്കെ മുതിർന്നവരായി കഴിയുമ്പോഴേക്കും അവർ പോൺ സൈറ്റിൽ കൂടെയൊക്കെ കടന്നു പോകും, അല്ലെങ്കിൽ അവർ അതുപോലുള്ള കണ്ടന്റുകൾ കാണും. അവരാരും ഇത് കാണാതിരിക്കുന്നില്ല എന്ന്. എന്നാൽ ഏത് ഏജിലായിരിക്കും അവരിത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു ചോദ്യം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ അടുത്ത ഒരു സ്റ്റഡീസ് അത് റിവീൽ ചെയ്തിരിക്കുന്നത് 50% ഓഫ് ദ ആൺകുട്ടികളും 1% പെൺകുട്ടികളും അവരുടെ 13 വയസ്സിന് താഴെ ഉള്ള ഏജിൽ തന്നെ പോൺ സൈറ്റുകൾ കണ്ടു തുടങ്ങുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇതൊന്നുമല്ല എന്നെ ഞെട്ടിച്ച കാര്യം എന്ന് പറയുന്നത്. എന്നെ ഞെട്ടിച്ചത് എൻ്റെ കൊളീഗ് എന്നോട് ഷെയർ ചെയ്തു തന്നിട്ടുള്ള 8ാം വയസ്സിലെ ഒരു കുട്ടിയുടെ പോൺ അഡിക്ഷനെ പറ്റിയാണ്. ഞങ്ങളുടെ ടീമിൽ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഷോക്കിലായിരുന്നു. കാരണം 8ാം വയസ്സിലൊരു പോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. പക്ഷേ സ്കൂൾ ഹോളിഡേ ഒക്കെ ആയിരുന്ന സമയത്ത് കുട്ടിക്ക് ഒരുപാട് ആക്സസിബിലിറ്റി കിട്ടി കഴിഞ്ഞപ്പോഴേക്കും അറിയാതെ ചെയ്തു പോയ ക്ലിക്കിന്റെ പുറത്ത് പോയ ഒരു എന്താ പറയാ അവിടുന്ന് നീണ്ടുപോയൊരു കഥയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 8 വയസ്സുകാരന്റെ പോൺ അഡിക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ എങ്ങനെയാണ് ഇത് എൻഡ് ചെയ്തതെന്നുള്ളതാണ് ഭയങ്കരമായിട്ട് നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം പാരന്റ്സ് എങ്ങനെയാണ് ഇത് എൻഡ് ചെയ്തത്, കുട്ടിയെ എപ്പോൾ എങ്ങനെയാണ് ഇത് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയും. പക്ഷെ ഇതിനേക്കാൾ കൂടുതൽ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഡീൽ ചെയ്യുന്ന കുട്ടികൾ എന്ന് പറയുന്നത് സ്കൂളിൽ 6 വയസ്സിനും 13 വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണ്. അതുപോലെ തന്നെ എൻ്റെ മോൻ 5 വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. അവന് കുറച്ച് നാളും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഏജാണ്, അല്ലെങ്കിൽ അവനും 7 വയസ്സും 8 വയസ്സൊക്കെ ഇപ്പം ആകും. ഇതുപോലുള്ളൊരു വലിയ ഒരു പ്രോബ്ലം വന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക എന്നുള്ളൊരു ചിന്തയാണ് ആദ്യം എനിക്ക് പോയത്. അപ്പൊ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു പാരന്റിനോട് ഞാൻ എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? അങ്ങനെ ആലോചിച്ച സമയത്താണ് വളരെ ബേസിക് ആയിട്ടുള്ള എല്ലാ പാരന്റും മസ്റ്റ് അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് 100% ഉറപ്പുള്ളതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇവിടെ നമ്മളെല്ലാവരും അറിഞ്ഞു വെക്കേണ്ട 2 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം കൗമാരക്കാരായ കുട്ടികൾക്ക് അവരുടെ ബ്രെയിൻ അണ്ടർ ഡെവലപ്ഡ് ആണ്. പ്രിഫ്രണ്ടൽ കോർട്ടെക്സ്, അതായത് നമ്മുടെ ഇമോഷൻസിനെ കൈകാര്യം ചെയ്യുന്നത്, തെറ്റിനെയും ശരിയെയും മനസ്സിലാക്കി തരേണ്ട ബ്രെയിനിന്റെ ഭാഗം എന്ന് പറയുന്നത് ഡെവലപ്ഡ് ആയിട്ടില്ല. എന്നാലോ നമ്മുടെ ഇമോഷൻസിനെയും അല്ലെങ്കിൽ ഇമ്പൾസിറ്റിവിറ്റിനെയും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഹാപ്പിനെസ്സിനെയും ഒക്കെ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ഇമോഷൻസിനെ അധികമായിട്ടുള്ള വികാരങ്ങളെ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഏരിയ ലിംബിക് സിസ്റ്റം. ഈ സിസ്റ്റമാണ് കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആണ്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ കുട്ടികളെ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പോഷർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കണ്ടിന്യൂസ് ആയിട്ട് അവരിങ്ങനെ ഫോണിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഡോപ്പമിൻ്റെ റിലീസ് ഭയങ്കര കൂടുതലാവും. അതുപോലെ തന്നെ ഹാപ്പി ഹോർമോൺസിന്റെ റിലീസ് ഭയങ്കര കൂടുതലാവും. ഓക്സിറ്റോസിനും വാസപ്രസിനും പോലുള്ള ഹാപ്പി ഹോർമോൺസും കൂടെ റിലീസ് ആകുമ്പോഴേക്കും അവരുടെ ബ്രെയിനിന് വല്ലാത്തൊരു ഹൈ കിട്ടും. ഈ ഹൈ കിട്ടുന്ന സമയത്ത് അവർ ഭയങ്കര ലഹരിക്ക് അഡിക്റ്റ് ആവുന്ന ഒരു ഫീലാണ് അവർക്ക് കിട്ടുന്നത്. അപ്പൊ അത് മറ്റൊന്നിനെയും അതായത് കോംപ്രമൈസ് ചെയ്യാൻ അവർക്ക് പറ്റാതെയാകും. ഇതിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റഡീസിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡൽട്ട് ആയിട്ടുള്ള ഒരാൾക്ക് ഉണ്ടാവുന്നതിന്റെ 4 മടങ്ങ് റിയാക്ഷൻ കൂടുതലാണ് ഒരു കുട്ടി ശരിക്കും ഫോൺ അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്നുള്ളത്. അപ്പോൾ 8 വയസ്സുകാരൻ ഫോൺ അഡിക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ മറ്റ് ടാസ്കുകൾ മറ്റു കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ പോകും. അവന് ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ ഇത് തന്നെ ചെയ്യണം. അതായത് ഫോൺ കണ്ടാലേ സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ അവന്റെ ഡെയിലി ടാസ്കുകൾ അവൻ മറന്നുപോകും. അവന് പഠിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതുപോലെ തന്നെ അവൻ മറ്റുള്ള ആക്ടിവിറ്റീസ്, ഹോബീസ് ഇതെല്ലാം മറക്കാൻ തുടങ്ങും. എല്ലാത്തിനും പുറകോട്ടാവാൻ തുടങ്ങും. എല്ലാത്തിനും ആങ്സൈറ്റി ആവാൻ തുടങ്ങും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് മറ്റൊരു പ്രോട്ടീൻ, അതായത് ഡെൽറ്റ ഫോസ്പി എന്ന് പറഞ്ഞൊരു പ്രോട്ടീനും കൂടെ പ്രൊഡ്യൂസ് ആവുന്ന സമയത്ത് ഭയങ്കരമായ ആസക്തി കൂടും. സെക്ഷൽ ആക്ടിവിറ്റി ചെയ്യാൻ ഭയങ്കരമായിട്ട് ടെൻഡൻസി വരും. ഹൈപ്പർ സെക്ഷുവാലിറ്റി വരും. 8 വയസ്സുകാരന് അങ്ങനെ ഒരു ആസക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക. ഇത് ചെറിയൊരു കുട്ടിയിൽ ഇങ്ങനെയും കൂടെ വന്നു കഴിയുമ്പോഴേക്കും സ്ത്രീകളെ കൈകാര്യം ചെയ്യുന്ന രീതി മാറും. മറ്റുള്ള ആളുകളെ കൈകാര്യം ചെയ്യുന്ന രീതി മാറും. അവർക്ക് വയലന്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഉണ്ടാവും. റിസ്കി ബിഹേവിയേഴ്സ് കൂടുതൽ കാണിക്കും. വല്ലാത്ത ദേഷ്യമായിരിക്കും. കാരണം ഇവർക്ക് ഇതെങ്ങനെയാണ് അടക്കേണ്ടതെന്ന് അറിയത്തില്ല. അതായത് ഈ വികാരങ്ങളെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ബ്രെയിനിൽ കെമിക്കൽ റിയാക്ഷൻസ് കാരണം അവർ വല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഇത് സോൾവ് ചെയ്യണം എന്നറിയത്തില്ല. അതൊരു പെട്ടുപോകുന്ന അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഒരു കാരണവശാലും കുട്ടികളിലേക്ക് ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പാരന്റ്സ് ആണ് ശരിക്കും എപ്പോഴും ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അവർക്ക് സ്റ്റഡീസിൽ അവർ ബാക്കൗട്ട് ആയി പോകും. അവർ എല്ലാ ആക്ടിവിറ്റീസിൽ ബാക്കൗട്ട് ആവും. കാരണം എന്താണ്, വേറെ ഒന്നിനും അവരെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥ വരുന്നതുകൊണ്ട്. ഇനി 8 വയസ്സുകാരന് ശരിക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പിടിച്ച് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ ഒരു ഫ്രണ്ടിന് ഈ കാര്യങ്ങൾ വിവരിച്ചു കൊടുത്തു.
എന്തായാലും ഈ മറ്റേ ഫ്രണ്ട് അവന്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ ആണ് കുട്ടീനെ ശരിക്കും പിടിച്ചതിന് ശേഷം നടന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിപ്പിക്കലാണ് നമ്മളെല്ലാ വീടുകളിൽ നടക്കുന്നത് പോലെ നല്ല അടി വെച്ചു കൊടുത്തു, ഫോൺ മാറ്റി, സ്ക്രീൻ മാറ്റി, ആ വീട്ടിൽ വൈഫൈ ഇല്ലാണ്ടാക്കി. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഈ കുട്ടീനെ കൊണ്ടുവരുന്നത്. കുട്ടി അത്യാവശ്യം നല്ല വയലന്റ് ആയിരുന്നു, ആര് പറഞ്ഞാലും കേൾക്കാത്ത പോലെയായി, എല്ലാവരോടും ദേഷ്യമായിരുന്നു, പാരന്റ്സിനോട് ദേഷ്യം, ഒന്നും സംസാരിക്കില്ല, ഭയങ്കര ദേഷ്യം മാത്രമാണ് അവന്റെ ബിഹേവിയറിൽ ഉണ്ടായിരുന്നത്. ക്ലാസ്സിൽ നന്നായി പുറകോട്ടാവുകയും ചെയ്തു. ശരിക്കും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുക എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ അന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ്? കാരണം അന്നത്തെ ആ കുട്ടിയുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരന്റ്സ് വർക്കിന് പോവുമായിരുന്നു. അപ്പൊ കുട്ടി ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഇവര് ഫോണൊക്കെ അവൈലബിൾ ആക്കി വെച്ച് കൊടുത്തിട്ട് പോയത്. ഏതോ ഒരു ക്ലിക്ക് അവൈലാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് എപ്പോഴും വരുന്നത് നമുക്കറിയാം. പക്ഷെ അങ്ങനെ ഒരു കാര്യം 8 വയസ്സുകാരൻ്റെ അടുത്തുനിന്ന് ഒരു പാരന്റും എക്സ്പെക്ട് ചെയ്യാത്തത് കൊണ്ട് അവര് ആ കുട്ടീനെ വിശ്വസിച്ച് പോയി. ഒരു സമയം ഒരു ദിവസം അറിയാതെ കണ്ടുപോയത് ക്യൂരിയോസിറ്റി ഉണ്ടായി, വീണ്ടും കണ്ടു, അവൻ പോലും അറിയാതെ അവൻ അഡിക്റ്റ് ആയി. അപ്പം ഇവിടെ ശരിക്കും ആരെയും ബ്ലെയിം ചെയ്യാനില്ല. അപ്പൊ അടുത്ത വീഡിയോയിൽ ഞാനിത് എന്താണ് പറയാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഈ പാരന്റ്സിന് കുട്ടീനെ അടിക്കണമായിരുന്നോ, അല്ലെങ്കിൽ കുട്ടീനെ അടിക്കുന്നതിന് പകരം മറ്റെന്തായിരുന്നു ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഫോണൊക്കെ ഇങ്ങനെ എടുത്ത് എല്ലാം മാറ്റി കംപ്ലീറ്റ് അവന്റെ മുമ്പിൽ നിന്ന് എടുത്ത് മാറ്റുന്നതിന് പകരം മറ്റെന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ പുതിയതായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യാം. നമുക്ക് ഈ വീഡിയോയുടെ തന്നെ രണ്ടാമത്തെ ഭാഗമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം.